കാലത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടും വ്യക്തികളുടെ ബലഹീനത കൊണ്ടും പൗരോഹിത്യത്തിന് ചില വിലയിടിവ് അങ്ങിങ്ങ് സംഭവിച്ചേക്കാം. എങ്കിലും ദൈവജനം അമൂല്യമായി ഇന്നും കരുതുന്ന നിധിയാണ് പൗരോഹിത്യം. കാലാകാലങ്ങളിൽ പൗരോഹിത്യത്തിൻ്റെ പത്തരമാറ്റ് പ്രകടമാക്കിയ വ്യക്തികളെ ചരിത്രത്തിൽ കാണാനാകും. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. അത്തരത്തിലുള്ള വിശുദ്ധ വൈദികരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് വിശുദ്ധ ജീവിതം നയിച്ച് ഇഹലോകവാസം വെടിഞ്ഞ മോൺസിഞ്ഞോർ ഫാദർ അപ്രേം പാലത്തിങ്കൽ. വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും പൗരോഹിത്യ സംരംഭ്യതയുടെയും പ്രതീകമായിരുന്നു അപ്രേമച്ചൻ. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച നല്ല ഇടയൻ. അപ്രേമച്ചനെ ഓർക്കുമ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധിയുടെ നിറകുടം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും തൻ്റെ പ്രവൃത്തിയിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ സംഭാഷണത്തിലൂടെയോ ഒരിക്കലും താൻ ആരെങ്കിലും ആണെന്ന് ഭാവിക്കുകയോ പറയുകയോ ചെയ്യാത്ത ഒരു സാധാരണക്കാരനായ ഒരച്ഛനാണ് അപ്രേമച്ചൻ. ആരും ഒരിക്കലും കുറ്റം പറയാത്ത ഒരാളാണ്. അച്ഛന്മാര് ആൾക്കാരും ഏതെല്ലാം തരത്തിലെ അച്ഛനായിട്ട് ഇടപെട്ടിട്ടുണ്ട്. 42 കൊല്ലം പ്രൊക്കുറേറ്ററായിരുന്നു. ഒരിക്കലും അച്ഛനെ പറ്റി ഒരാളും കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മെത്രാന്മാരെ പറ്റിയും പറയാറുണ്ട്, ആളുകളെ പറ്റിയും പറയും. പിന്നെ മിതഭാഷിയായിരുന്നു. അച്ഛൻ്റെ ഒരു പുഞ്ചിരി കൊണ്ട് എത്രയോ വർത്താനങ്ങൾ അച്ഛൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അച്ഛനധികം വാക്കുകളൊന്നുമില്ല, അധികം ഉറക്കെ പറയാൻ വേണ്ട. അങ്ങനെ ഒരു മിതഭാഷിയായിട്ടുള്ള ആളായിരുന്നു. കുറേയേറെ മറ്റുള്ളവരെ പറ്റിയായാലും തന്നെ പറ്റിയാലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാമെന്ന് അച്ഛന് ഇഷ്ടപ്പെടാറില്ല. അതുപോലെ തന്നെ ലളിതമായ ജീവിതമായിരുന്നു. അച്ഛന് വാഹനങ്ങൾ വേണ്ട. അച്ഛന് പറഞ്ഞ ഡ്രൈവറുണ്ട്, വാഹനമുണ്ട് ബിഷപ്പ് ഹൗസിൽ. പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഒരു കുടം കുത്തിപ്പിടിച്ച് ബസ്സിൽ പോകുന്ന ഒരാളാണ്. ഇനി എങ്ങാനും ബിഷപ്പ് ഹൗസ് വണ്ടി പോയാൽ അതിലവിടെ നിന്ന് ആ വഴിക്ക് പോകുന്ന ആരെങ്കിലുമൊക്കെ കയറ്റി കൊണ്ടുപോയി വണ്ടി നിറച്ചാണ് കൊണ്ടുപോകും. അവർക്കൊക്കെ ചെയ്യുന്ന അച്ഛനാണ്. അപ്പോൾ എവിടെയും പോകണമെങ്കിൽ പിടിച്ച് ചോദിക്കും, അച്ഛനെ ഇവിടെ അടുത്ത് പോകാനുണ്ടോ, ഇന്ന ആൾക്ക് പോകാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ കൂടി കയറ്റി കൊണ്ടുപോകും. അതുപോലെ തന്നെ അപ്രേമച്ചൻ്റെ ഒരു അസീസി പുണ്യവാന്റെ മനസ്സ് സ്വന്തമാക്കിയ അല്ലെങ്കിൽ ആത്മാവ് സ്വന്തമാക്കിയ ആളായിരുന്നു. എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഈ സമാധാന പ്രാർത്ഥന, ഫ്രാൻസിസിന്റെ സമാധാന പ്രാർത്ഥന കാണുന്നത് തന്നെ വായിക്കുന്നത് തന്നെ അച്ഛൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അച്ഛനെ മുറി കണ്ടിട്ടാണ്. അത് അച്ഛന് ആ ഒരു ചൈതന്യം എല്ലാത്തിനും, ആ പ്രാർത്ഥന മാത്രമല്ല എല്ലാത്തിനും ചൈതന്യം ഉണ്ടായിരുന്നു. പിന്നെ രോഗികളെ കാണാൻ അച്ഛൻ പോകുന്നത് മിഷൻ ആസ്പത്രിയിൽ മാത്രമല്ല, ഗവൺമെൻറ് ആസ്പത്രിയിൽ കയറി വാർഡുകളിൽ കയറി നടന്ന് അച്ഛൻ രോഗികൾക്ക് പണം കൊടുക്കാനായാലും നല്ല വാക്ക് പറയാനായാലും ആശ്വസിപ്പിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും പുസ്തകം കൊടുക്കാനായാലും ഒക്കെ അച്ഛൻ പോകുന്ന ഒരു രീതി. അതുപോലെ തന്നെ ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ഒരു കുർബാനയ്ക്ക്, ഒരു കല്യാണം, അല്ലെങ്കിൽ ഒരു മരിച്ചിട്ട് 41-7 ആണ്ട് ഇതിനൊക്കെ ഒരു അച്ഛനെ കിട്ടിയില്ലെങ്കിൽ അച്ഛനറിയുന്നവര് അച്ഛനെ വിളിക്കും. അച്ഛൻ തന്നെ വരും, അല്ലെങ്കിൽ വരാൻ അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു ആവശ്യത്തിൽ അച്ഛൻ ഒരിക്കലും ആരെയും ഉപേക്ഷിക്കില്ല. ജോലി കിട്ടാനായിട്ട് അച്ഛനെ സമീപിച്ചാൽ അച്ഛന് കഴിയുന്ന എല്ലാം അച്ഛൻ ചെയ്യും. കിട്ടിയിരിക്കും. അത് അഡ്മിഷൻ കിട്ടാനായിട്ട് സ്കൂളിലോ കോളേജിലോ ഒക്കെ അച്ഛനെ പരമാവധി പരിശ്രമിക്കും. അതെങ്ങനെയൊക്കെ തരപ്പെടുത്തി കൊടുക്കും. ആരെ കൊണ്ടെങ്കിലൊക്കെ സാധിച്ചു കൊടുക്കാമെന്ന് ചെയ്തു കൊടുക്കും. ഇങ്ങനെ അച്ഛൻ്റെ ജീവിതം നോക്കിയാൽ ആ മാൻ ഫോർ അതേഴ്സ്, അതാണ് ഈശോയെ പറ്റി പറഞ്ഞ പോലെ. ട്രീറ്റിറ്റ് ബൊനോഫറാണ് പറഞ്ഞത്, ജീസസ് വാസ് എ മാൻ ഫോർ അതേഴ്സ് എന്ന്. ഇത് അപ്രേമച്ചനെ പറ്റി പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഒരു വിശുദ്ധിയുടെ നിറകുടം ആയിരുന്നു അത്. ആ അച്ഛൻ്റെ ജീവിതം എൻ്റെ ഓർമ്മയിൽ വയ്ക്കുന്ന മറക്കാൻ പറ്റാത്ത സ്മരണകളാണ് ഞാൻ പങ്കുവച്ചത്.